Okay, good evening. കാണുന്നുണ്ടോ എല്ലാവർക്കും? എല്ലാവർക്കും മാത്തമാറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ നോൺ വൊക്കേഷണൽ ടീച്ചർ പരീക്ഷയ്ക്ക് വേണ്ടി HSST മാത്തമാറ്റിക്സ് അതിന്റെ റിവിഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ലീനിയർ ഓൾജിബ്ര ഫസ്റ്റ് മൊഡ്യൂൾ ചെയ്തു. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇടയ്ക്കിടയ്ക്ക് മിക്സഡ് ആയിട്ടുള്ള അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെയുള്ള മൊഡ്യൂൾസ് നമുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് 10ാമത്തെ മൊഡ്യൂൾ, ഏറ്റവും ലാസ്റ്റ് മൊഡ്യൂൾ, ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നമ്പർ തിയറി എന്ന് പറഞ്ഞ മൊഡ്യൂളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഇതൊരു 2 പാർട്ടായിട്ടായിരിക്കും നമ്മൾ ചെയ്യേണ്ടാവുക. അതിലെ ഫസ്റ്റ് പാർട്ടാണ് ഇത്, റിവിഷൻ ക്വസ്റ്റ്യൻസ്. ഇത് HSST മാത്തമാറ്റിക്സ് എഴുതുന്ന ആളുകൾക്ക് മാത്രമല്ല, സെറ്റ് എക്സാം എഴുതുന്ന ആളുകൾക്കും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നോൺ വൊക്കേഷണൽ ഉണ്ടാവാൻ സാധ്യതയില്ല, കാരണം ഉണ്ടാവുമെങ്കിൽ നമ്മുടെ ഇതിന്റെ കൂടെ തന്നെ വന്നേനെ. അപ്പോൾ ജൂനിയർ പോസ്റ്റ് ഉണ്ടാവാൻ വഴിയില്ല. ഓക്കെ, അതുകൊണ്ടാണ് അത് നടത്താത്തത്. മറ്റെല്ലാ സബ്ജക്റ്റുകളും ജൂനിയർ വിളിച്ചല്ലോ, മാത്സ് ഉണ്ടാവാൻ വഴിയില്ല. അപ്പോൾ യെസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. നമ്പർ തിയറിയിലെ ക്വസ്റ്റ്യൻസ് ആണ്. സെറ്റ് എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളുകളും ഈ ഒരു ക്ലാസ്സുകൾ കണ്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം. എല്ലാം സിലബസ് ഏകദേശം ഒരുപോലെ തന്നെയാണ്. ആകെ ഒരു വിൽസൺസ് തിയറത്തിന്റെ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സെറ്റ് എക്സാമിൽ വിൽസൺസ് തിയർ ഉണ്ടാവും, HSST അത് ഉണ്ടാവില്ല. യെസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാലോ. ക്വസ്റ്റ്യൻസ് ആണ് നമ്പർ തിയറിയിൽ നിന്നുള്ള. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം മുതൽ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തെ ചോദ്യം, GCD ഓഫ് ദ നമ്പേഴ്സ് 630 and 196. 630ന്റെയും 196ന്റെയും GCD എത്രയാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളോട് പറയുന്നത്. ആൻസർ കിട്ടിയാൽ നിങ്ങൾ കമന്റ് ചെയ്തോളൂ, ഞാൻ അതിന്റെ കൂടെ ചെയ്യാം. എങ്ങനെയാണ് GCD കണ്ടുപിടിക്കാൻ? നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം അല്ലെ. ഈ കാണുന്ന ഓപ്ഷൻസ് വെച്ച് ഈ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്ത് നോക്കാം. കൃത്യമായിട്ട് 2 നമ്പറിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഏതാണോ അതാണ് GCD ആയിട്ട് വരിക. ഒന്നിൽ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഹയസ്റ്റ് നമ്പർ വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ് GCD എന്ന് പറയുന്നത് അല്ലെ. അവിടെ 630 196, അല്ലെങ്കിൽ നിങ്ങൾ ലോങ് ഡിവിഷൻ സാധാരണ HCF കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യാറുള്ളത്? ആ മെത്തേഡ് ഉപയോഗിച്ചാലും മതി. 196 കോമൺ ഫാക്ടർ കൊണ്ടുള്ള ഡിവിഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 315 ഇവിടെ വരും, ഇത് 98 വരും അല്ലെ. ഇനി 7 കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 315നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 45. 45 × 7 ആണ് 315. അതുപോലെ തന്നെ 14 × 7 ആണ് 198 അല്ലെ, 14. ഇനി ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും 45ഉം 14ഉം കോമൺ ഫാക്ടേഴ്സ് ഒന്നും ഇല്ലാത്ത നമ്പേഴ്സ് ആണ്. അപ്പൊ ഇതിന്റെ ഡിവിഷൻ പോസിബിൾ അല്ല. therefore GCD എന്ന് പറയുന്നത് എന്താണ്? 2 × 7 that is equal to 14 എന്ന് വരും. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരിക. 2 നമ്പേഴ്സിന്റെ GCD കണ്ടുപിടിക്കാൻ നമുക്കറിയാം അല്ലെ. ആ സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ് തന്നെയാണ് ഉപയോഗിച്ചാൽ മതി. ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 2. If A congruent to B mod M means A minus B is divisible by M, then which of the following is not true? True അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് ഏത് എന്നാണ് ചോദ്യം. യെസ്, കറക്റ്റ് ആണ്, ബി ആണ് ആൻസർ. ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് 12 raised to 25 is congruent to 2 mod 5. 13 raised to 121 congruent to 2 mod 11, and 8 raised to 36 congruent to 2 mod 6, 9 raised to 49 congruent to 2 mod 7. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇത് ഒട്ടുമിക്കതും എല്ലാ നമ്പേഴ്സും നോക്കൂ നിങ്ങൾ. ഇവിടെ 5, 11, 7 ഇതൊക്കെ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ പ്രൈം നമ്പേഴ്സ് മോഡുലസ് വരുന്നിടത്ത് നമ്മൾ ഫെർമാറ്റ്സ് തിയറം ആയിരിക്കും അപ്ലൈ ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഫെർമാറ്റ്സ് തിയറം ആണ് അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അത് നോക്കിയാൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? ഓപ്ഷൻ എയിൽ നോക്കുമ്പോൾ
12ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണ്. 12ഉം 5ഉം റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് മാത്രമല്ല 5 ഒരു പ്രൈം നമ്പറും കൂടിയാണ്. ദർഫോർ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ബൈ ഫെർമാറ്റ്സ് തിയറം 12 റേസ് ടു 5 ഓഫ് 5 എന്ന് വെച്ചാൽ 4 ഇസ് കോൺഗ്രുവന്റ് ടു 1 മോഡ് 5 എന്ന് എഴുതാം അല്ലെ? മോഡ് 5 എന്ന് എഴുതാം. ഇനി ഈ 12 റേസ് ടു 4നെ 12 റേസ് ടു 25 ആക്കണം അല്ലെ? നമുക്ക് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 6 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലെ? 6 24 വരും. അപ്പൊ 12 റേസ് ടു ഓൾ റേസ് ടു 6 എടുത്താൽ മതി. അപ്പോൾ 24 വിച്ച് ഇസ് കോൺഗ്രുവന്റ് ടു 1 റേസ് ടു 6 എന്ന് പറഞ്ഞാൽ 1 തന്നെ മോഡ് 5. Now this is equal to again the 25 ആക്കാൻ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 12 എന്ന് പറയുമ്പോൾ 12 റേസ് ടു 25 ആവും ഈ സ്ഥലത്ത്. ഇവിടെ എന്താ കിട്ടുക? 12 വരും അല്ലെ? 12 മോഡ് 5 എന്ന് വരും. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എന്താണോ അതാണ് നമ്മൾ എഴുതേണ്ടത്. 12നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 2 ആണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഫസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആണ്. ഓക്കെ, ഓരോ ഓപ്ഷൻസും ഇതുപോലെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ഓപ്ഷൻ നോക്കുക, ഓപ്ഷൻ ബി. അതിലെന്താ പറയുന്നത് നോക്കൂ. അതിലുള്ള നമ്പേഴ്സ് 13ഉം 11ഉം രണ്ടും പ്രൈം ആണ് അല്ലെ? രണ്ടും പ്രൈം ആണ്. Therefore we can write 13 raised to 10 is congruent to 1 mod 11 എന്ന് എഴുതാം. That is again 13 raised to 121 ആണ് വേണ്ടത്. 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 13 raised to 120 കിട്ടും, which is congruent to 1 mod 11. അപ്പോൾ 121 ആക്കാൻ ഒരു 13 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ? 13 raised to 121 is congruent to 13 mod 11 വരും. ശരിയല്ലേ? ഈ 13 ഡിവൈഡഡ് ബൈ 11 എത്രയാണ് റിമൈൻഡർ കിട്ടുക? അഗെയിൻ 2 ആണ് റിമൈൻഡർ കിട്ടുക. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനും ഇവിടെ കറക്റ്റ് ആണ്. ഇനി തേർഡ് ഓപ്ഷൻ ആണ് ഇവിടെ കറക്റ്റ് അല്ലാതെ വരുന്ന ഓപ്ഷൻ സി ആണെന്ന് പറഞ്ഞു. ഓപ്ഷൻ ഡി ഒന്ന് നോക്കി നോക്കാം നമുക്ക്. ഓപ്ഷൻ ഡിയിൽ എന്താ വരിക നോക്കൂ. 9 and 7 are relatively prime. Okay, therefore 9 raised to 7 minus 1 6 is congruent to 1 mod 7 അല്ലെ? 1 mod 7 വരും. And 9 raised to 48 9 raised to 48 is congruent to 1 mod 7 കിട്ടും. 49 ആക്കാൻ നമുക്കൊരു 9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 9 raised to 49 is congruent to 9 mod 7 വരും. And 9 divided by 7 remainder 2 ആണ് കിട്ടുക. It is again satisfy ചെയ്യുന്നുണ്ട്. ഓപ്ഷൻ ഡി അതും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി അല്ലാത്ത ഓപ്ഷൻ സി ആണ് ഇവിടെ തെറ്റായിട്ടുള്ള ഓപ്ഷൻ. നമുക്ക് തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ് വേണ്ടത്. നമ്മുടെ ആൻസർ അപ്പോൾ ഓപ്ഷൻ സി ആണ്. ഇവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? 8 and 6 they are not relatively prime അല്ലെ? They are not relatively prime. ഇവിടെ ഒരു കാര്യം, സോറി, they are not relatively prime. GCD 2 ആണ്. They are not relatively prime. റിലേറ്റീവ്ലി പ്രൈം അല്ല. ഒരു നമ്പർ പ്രൈം നമ്പർ അല്ലാത്ത നമ്പേഴ്സ് മോഡുലസ് വരുമ്പോൾ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? ഓയിലേഴ്സ് തിയറം ആണ് ശരിക്കും യൂസ് ചെയ്യേണ്ടത്. ഓയിലേഴ്സ് തിയറത്തിൽ എയും എമ്മും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ റേസ് ടു 5 ഓഫ് എം ഇസ് കോൺഗ്രുവന്റ് ടു 1 മോഡ് എം എന്ന് എഴുതാം അല്ലെ? ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യില്ല, ബിക്കോസ് 8 and 6 are not relatively prime. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തെ ദിവസം നോക്കിക്കോളൂ. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. If phi of n is a Euler-Torsion function, then for any odd prime p, the value of phi of p square plus p is. Phi of p square plus p ന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിക്കണേ. അപ്പോൾ phi of p outside എടുത്താൽ p plus 1 നമുക്ക് എഴുതാൻ പറ്റും. where p is an odd prime എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. Therefore p and p plus 1, any two consecutive integers are relatively prime. Therefore we can write this as phi of p into phi of p plus 1. Okay, since p is a prime number, phi of p is p minus 1. p minus 1 into phi of p plus 1. We'll get p minus 1 into phi of p plus 1. ഇതാണ് ഇതിന്റെ ആൻസർ വരിക. ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, p minus 1 into phi of p plus 1. Okay, മൂന്നാമത്തെ ചോദ്യം. നാലാമത്തെ ദിവസം നോക്കിക്കോളൂ. Which of the following is not true? Again, ഇതിൽ ഏതാണ് ട്രൂ അല്ലാത്തത് എന്നാണ് ചോദിക്കുന്നത്. Which of the following is not true? ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ 17 13 പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ? അപ്പോൾ 12 and 17 are relatively prime. Therefore we can write using Fermat's theorem 12 raised to 5 of 17, that is 16, is congruent to 1 mod 17.
അല്ലേ? അപ്പോൾ ഇത് ഓക്കെയാണ്. ഫസ്റ്റ് ഓപ്ഷൻ ഇസ് കറക്റ്റ്. Second option again, 16 and 13 are relatively prime. Therefore, 16 raised to 5 of 13, that is equal to 16 raised to 12 is congruent to 1 mod 13. അപ്പോൾ ഓപ്ഷൻ ബിയും കറക്റ്റ് ആയിട്ടുള്ളതാണ്. ദെൻ ഓപ്ഷൻ സി ആൻഡ് ഡി നോക്കുക. ഓപ്ഷൻ സി എന്ന് പറയുമ്പം ഇവിടെ അഗെയിൻ 13 കൊണ്ട് ഇവിടെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ഏത് ഇക്വേഷനെയാ? ഈ സെക്കൻഡ് ഇക്വേഷൻ അല്ല, സോറി, ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ? 13 into 12 raised to 16 is congruent to 13 mod 13 into 17 ആണ് 121. ശരിയല്ലേ? അപ്പൊ ഇത് എല്ലായിടത്തും 13 മൾട്ടിപ്ലൈ ചെയ്താണ്. വി ക്യാൻ ക്യാൻസൽ ദീസ് 2 13s അല്ലെങ്കിൽ 3 13s. ഈ 13s ഒക്കെ നമുക്ക് കട്ട് ചെയ്തിട്ട് 12 raised to 16 is congruent to 1 mod 17 എഴുതാം. അപ്പൊ ഇതും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. ഇവിടെ അങ്ങനെ കട്ട് ചെയ്യാൻ ഇവിടെയും 13 ഉണ്ട്, ഇവിടെയും 13 ഉണ്ട്, പക്ഷെ ഇവിടെ 13 വരണം. ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്, നോട്ട് ദിസ്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്. നോട്ട് ട്രൂ സ്റ്റേറ്റ്മെന്റ് ഇസ് ഓപ്ഷൻ ഡി. ക്ലിയർ ആണോ? ഓക്കെ, ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നത് കമന്റ് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കമന്റ് ആയിട്ട് പറയാം. ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഏതെങ്കിലും വീഡിയോസ് അഡീഷണൽ ആയിട്ട് നമുക്ക് സെറ്റിൻ്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് പ്ലേലിസ്റ്റ് നോക്കി കാണാൻ പറ്റും. നമ്മുടെ ചാനലിലെ പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും അവിടെ കാണാം. ഓക്കെ, നാലാമത്തെ ചോദ്യമാണ് നമ്മൾ പറഞ്ഞത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5. കൺസിഡർ ദ സിസ്റ്റം ഓഫ് ലീനിയർ കോൺഗ്രുവൻസസ് 2x congruent to 1 mod 3, 3x congruent to 1 mod 4, 4x congruent to 1 mod 5. Then the number of solutions congruent modulo 60 is. എത്ര സൊല്യൂഷൻസ് ഉണ്ടാവും എന്നാണ് ചോദ്യം. 2x congruent to 1 mod 3. ഓക്കെ, അതേപോലെ 3x congruent to 1 mod 4. ഓക്കെ, ആൻഡ് 4x congruent to 1 mod 5. ഇതിന് കോമൺ ആയിട്ട് സൊല്യൂഷൻ യുണീക്ക് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഈ കാണുന്ന M1, M2, M3 യൂസിങ് ചൈനീസ് റിമൈൻഡർ തിയറം ആണ് നമ്മൾ പറയുന്നത്. M1 ആൻഡ് M2, M2 ആൻഡ് M3, M1 ആൻഡ് M3, ഈ മൂന്ന് നമ്പേഴ്സും റിലേറ്റീവ്ലി പ്രൈം ആണെങ്കിൽ there exists unique solution for this. There exists unique solution. അല്ലെ? യുണീക് സൊല്യൂഷൻ ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. ഇത് ഏതാ സ്റ്റേറ്റ്മെന്റ്? ചൈനീസ് റിമൈൻഡർ തിയറം ആണ്. ചൈനീസ് റിമൈൻഡർ തിയറം. ഓക്കെ, അപ്പോൾ ഇവിടെ യുണീക് സൊല്യൂഷൻ ഉണ്ടാവണം എങ്കിൽ ഈ കാണുന്ന നമ്പേഴ്സിന്റെ GCD 4 and 5 റിലേറ്റീവ്ലി പ്രൈം ആണ്. 3 and 4 റിലേറ്റീവ്ലി പ്രൈം ആണ്. 4 and 5 റിലേറ്റീവ്ലി പ്രൈം ആണ്. ആൻഡ് 3 and 5 രണ്ടും പ്രൈം നമ്പേഴ്സ് ആയതുകൊണ്ട് അഗൈൻ റിലേറ്റീവ്ലി പ്രൈം ആണ്. ഇതൊക്കെ റിലേറ്റീവ്ലി പ്രൈം ആയതുകൊണ്ട് there exists only one solution for this linear congruence. Okay, this is using Chinese remainder theorem. പഠിച്ചു വെക്കാം. ആറാമത്തെ ചോദ്യം നോക്കുക. The number of integers n 1 less than n less than or equal to 10 such that phi of n is equal to phi of 2n, where phi of n is the Euler-Torsion function, is. നമ്പർ ഓഫ് ഇൻഡിജേഴ്സ്, എത്ര ഇൻഡിജേഴ്സ് ഉണ്ട് എന്നാണ് ചോദ്യം. ഈ ഒരു ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. ഓക്കെ, സപ്പോസ് ഇപ്പോ phi of 2n എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? phi of 2n is phi of 2 into phi of n. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ആൻഡ് ഇങ്ങനെ എഴുതാൻ പറ്റും എന്ന് വെച്ചാൽ phi of 2 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ? 1 ആക്കി കൊടുക്കാം. 1 ആക്കി കൊടുത്താൽ ഇറ്റ് ഇസ് phi of n എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റണമെങ്കിൽ if and only if 2 and n are relatively prime എന്ന് പറയാം അല്ലെ? 2ഉം n ഉം റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. ഓക്കെ, 2ഉം n ഉം റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം. ഇവിടെ n സെലക്ട് ചെയ്യുന്നത് 1ന്റെയും 10ന്റെയും ഇടയിലാണ്. 1ന്റെയും 10ന്റെയും ഇടയിൽ 2ന് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ് നോക്കുക. ഏതൊക്കെയാണ്? 3 കാണും, പിന്നെ 4 ഉണ്ടാവില്ല, 5 ഉണ്ടാവും, 6 ഉണ്ടാവില്ല, 7 ഉണ്ടാവും, 8 ഉണ്ടാവില്ല, 9 ഉണ്ടാവും. These are the 4 integers which satisfies this equation. Phi of n is equal to phi of 2n. Okay, therefore value of n is 4. 4 integers ആണ് അവിടെ ഉണ്ടാവുക.
ഓക്കെ, ഏഴാമത്തെ ചോദ്യം. അടുത്തത് സോറി ആറാമത്തെ ചോദ്യം. ഏഴാമത്തെ ചോദ്യം നോക്കാം. If the solution of the linear congruent 7x congruent to 6 mod 15 is of the form x equal to 6 into 7 raised to n mod 15, then n equals n-ന്റെ വാല്യൂ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇത് ശരിക്കും ഏതാണ് തിയറം? ഓയിലർ ഫെർമാറ്റ്സ് തിയറം ആണ് അല്ലെ. ഓയിലർ ഫെർമാറ്റ്സ് തിയറത്തിൽ പറയുന്നത് എന്താ? ax congruent to b mod n, okay, or m എന്ന് പറഞ്ഞൊരു കോൺഗ്രൻസ് റിലേഷൻ ഉണ്ടെങ്കിൽ ഇതിന്റെ സൊല്യൂഷൻ നമുക്ക് എങ്ങനെ എഴുതാം എന്നാണ് പറയുന്നത്. എക്സ് കോൺഗ്രൻ ടു ബി ഇൻറ്റു എ റേസ് ടു 5 ഓഫ് എം മൈനസ് 1 മോഡ് എം, ഇങ്ങനെ സൊല്യൂഷൻ എഴുതാം എന്നാണ് പറയുന്നത്. ഇതാണ് ഓയിലർ ഫെർമാറ്റ്സ് തിയറം. ഓയിലർ ഫെർമാറ്റ്സ് തിയറം. യെസ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ ഒന്ന് ചെയ്ത് നോക്കിയാലോ. ഇത് 7x congruent to 6 mod 15 ആണ് നമ്മുടെ ആൻസർ, ഐ മീൻസ് റിലേഷൻ അല്ലെ, നമ്മുടെ ഇക്വേഷൻ. ഇനി എന്റെ സൊല്യൂഷൻ എങ്ങനെയാണെന്നാണ് പറയുന്നത്. എക്സ് ഈക്വൽ ടു ബി ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ഇവിടെ 6 ആണ്, 6 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ 7 റേസ് ടു എം മൈനസ് 1, 15 മൈനസ് 1, 5 ഓഫ് 15 മൈനസ് 1, 5 ഓഫ് 15 മൈനസ് 1 ഇൻറ്റു മീൻസ് മോഡുലോ 15. ഓക്കെ, നൗ ദിസ് ഇസ് ഈക്വൽ ടു, അല്ലെങ്കിൽ x is congruent to, again x is congruent to 6 into 7 raised to 5 of 15 is, what is 5 of 15? 5 of 15 is 8 അല്ലെ. 8 minus 1 is 7. okay, 7 എന്നാണ് വരിക. okay, 7 into mod 7 modulo 15. okay, അപ്പോൾ ഇതൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ. x is congruent to 6 into 7 raised to n mod 15 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നുണ്ട്? x is congruent to 6 into 7 raised to 7 mod 15. therefore n is equal to 7 എന്ന് നമുക്ക് എഴുതാം. n is equal to 7. it is option C. okay, ഓയിലർ ഫെർമാറ്റ്സ് തിയറം രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട്, ഓയിലർ തിയറം വേറെ ഉണ്ട്, ഫെർമാറ്റ്സ് തിയറം വേറെ ഉണ്ട്. ദിസ് ഇസ് ഓയിലർ ഫെർമാറ്റ്സ് തിയറം. എട്ടാമത്തെ ചോദ്യം നോക്കാം. the order of 2 modulo 5 is, order of 2 modulo 5 എന്താണ്? ഒരു ഓർഡർ നമുക്കിപ്പോ എ മോഡുലോ എൻ, ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? എ മോഡ് എൻ, ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക? വാട്ട് ഇസ് ഓർഡർ? ഓർഡർ ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ. ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. എ ആൻഡ് എം അല്ലെങ്കിൽ എൻ ഷുഡ് ബി റിലേറ്റീവ്ലി പ്രൈം. ഓക്കെ, റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഓർഡർ ഓഫ് എ മോഡ് എൻ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻഡിജർ such that a raised to k is congruent to 1 mod n. ഇങ്ങനെ എഴുതാൻ പറ്റണം. ഓക്കെ, അപ്പോൾ ഇവിടെ 2 mod 5 എന്ന് പറയുന്നതിന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചാൽ, വിച്ച് ഇസ് order of 2 mod 5 is ഇവിടെ നമുക്ക് 2 raised to അല്ലെ, 2 raised to എഴുതാൻ പറ്റുക. യെസ്, 2 raised to k is congruent to 1 mod 5 എന്ന് എഴുതാൻ പറ്റുന്നതിലെ ഏറ്റവും ചെറിയ നമ്പർ ആണ് നമ്മളോട് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. 1 2 3 4 ആണ്. കെക്ക് പകരം 1 കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 2 raised to 1 that is equal to 2, not equal to 1. കെക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ 2 square 4 is not equal to 1, 4 is equal to 4 again, and k equal to 2 കൊടുത്തു കഴിഞ്ഞാൽ you will get 8 is congruent to 3 mod 5, and k equal to 4 കൊടുത്തു കഴിഞ്ഞാലോ 16 is congruent to 1 mod 5 അല്ലേ. 15 വരും, അപ്പോൾ 16 is congruent to 1 mod 5. ആൻസർ വരുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. സി is the order of this relation. okay, എട്ടാമത്തെ ചോദ്യം. ഒൻപതാമത്തെ ചോദ്യം നോക്കിക്കോളൂ. the remainder when 16 raised to 2016 is divided by 9. 16 raised to 2016 is divided by 9. എന്താണ് ഇതിന്റെ റിമൈൻഡർ എന്നാണ് ചോദിക്കുന്നത് അല്ലെ. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമുക്ക് നേരത്തെ എഴുതിയ ഓയിലേഴ്സ്
റൂൾ ഉപയോഗിക്കാം അല്ലെ? ഓയിലേഴ്സ് റൂൾ ഉപയോഗിച്ച് നമുക്ക് പറയാം. ഇവിടെ 16ഉം 9ഉം 16 and 9 which are relatively prime. Therefore, 16 raised to 5 of 9 is congruent to 1 mod 9 varum, and 16 raised to 5 of 9 is 5 of 9 is 6, right? 6 is, which is congruent to 1 mod 9. Okay, ഇനി ഈ 6 നെ നമുക്ക് 2016 ആക്കി മാറ്റണം. എന്ത് ചെയ്താൽ മതി? 336 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 16 raised to 6 all raised to 336 is congruent to 1 raised to 336 mod 9. ഈ 6 into 336 എന്ന് പറയുന്നത് എത്രയാണ്? 16 raised to 2016 ആണ് കേട്ടോ. 2016 ആണ്, which is congruent to 1 mod 9. അപ്പോൾ നമ്മുടെ റിമൈൻഡർ എത്രയാണ്? 1 ആണ് വരിക. ഇറ്റ് ഇസ് ഓപ്ഷൻ എ. റിമൈൻഡർ ഇസ് 1. ഇതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. 10ാമത്തെ ചോദ്യം. The remainder 9 raised to 794 is divided by 73. Here 9 and 73 are relatively prime numbers. Okay, and 73 is a prime number, isn't it? So 9 raised to 72 is congruent to 1 mod 73 by Fermat's theorem, and 9 raised to 72 11 on to multiply you will get 9 raised to 792 which is congruent to 1 mod 11 on to multiply 73 varum. Then either 92 or 94 ആക്കാൻ 9 score കൊണ്ട് multiply ചെയ്യാം. അപ്പോൾ 9 raised to 794 is congruent to 7 square is 49. 49 mod 73. Sorry, not 7 square, 9 square അല്ലേ? 7 square അല്ല, 9 square. 9 square is 81. 81 mod 73. 81 mod 73 എന്ന് പറയുമ്പോൾ എത്ര വരും? 81നെ 73 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get remainder 8 എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ 8 mod 73 നമുക്ക് എഴുതാം. 8 mod 73. Therefore, answer is option A. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ നമ്പർ തിയറിയിലെ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ഒരു പാർട്ടും കൂടെ നമുക്ക് ചെയ്യാം. കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ്, ഇതേപോലെ ഒരു 10 ക്വസ്റ്റ്യൻസ് കൂടെ നമുക്ക് നമ്പർ തിയറിയിൽ നിന്ന് ചെയ്യാം. ഇത് സെറ്റ് എക്സാമിനും HSST എക്സാമിനും ഒക്കെ ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നമ്പർ തിയറി കോമൺ ടോപ്പിക് ആണ്. നെറ്റ് എക്സാമിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന